പിന്നെ ഞാനൊരു കാര്യത്തിലൊരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ചോദിക്കണത്. അപ്പൊ നമ്മള് ഒരു കല്യാണ പരിയില് ഞാനിങ്ങനെ പോയപ്പോ ആ കല്യാണ പരിയില് ഒരാള് വന്നിങ്ങനെ ചോറുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്തെ അയാൾ അവിടെ ഇങ്ങനെ ആളായി കണ്ടത് കല്യാണ പരിയിൽ ചില അമ്മാവന്മാരുണ്ടാവില്ല, ആ അമ്മാവന്മാരമാര് ഇങ്ങനെ മെയിൻ ആയി കണ്ട അതില് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരാള്. അപ്പൊ ആ ആളെ നോക്കിയാണ്ട് കുറെ ആളുകള് കൂക്കാണ്, ഇങ്ങനെ കൂ കൂ എന്നൊക്കെ പറയാണ്ട് അയാളിങ്ങനെ പരിഹസിച്ച് സൗണ്ട് ഉണ്ടാക്കി അയാളിങ്ങനെ ഇതാക്കാണ്. അപ്പൊ നിങ്ങളെ അഭിപ്രായത്തിൽ എന്താ അങ്ങനെ ചെയ്യാൻ പാടുന്നു? ഒരാള് ഒരു കല്യാണ വീട്ടിൽ ഒരു ഫംഗ്ഷനിൽ വന്ന ഒരാളെ കൂക്കി വിളിക്കാൻ പാടുന്നു? നിങ്ങളെ ഒരു ന്യൂ ജൻ എന്നുള്ള നിലയ്ക്ക് എന്താ നിങ്ങളെ അഭിപ്രായം? എല്ലാരും അടിയിട്ട് കൂക്കുമ്പോ അയാൾക്ക് ഭയങ്കര ഒരു ഇടങ്ങാറാവൂല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അഭിപ്രായം. അപ്പൊ ഞാൻ അവിടെ ഉള്ള ആളുകളോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ അയാളെ കൂക്കി വിളിക്കണം? കല്യാണത്തിന് വന്ന ഒരാൾ എന്തിനാ കൂക്കി വിളിക്കണം ചോദിച്ചപ്പോ ആളുകൾ പറഞ്ഞു, ഈ ആള് ഇപ്പൊ കല്യാണം നടക്കണ പയ്യന്റെ കല്യാണം അന്വേഷിച്ച് പല കുട്ടികളെ കണ്ട് കല്യാണമൊക്കെ അന്വേഷിച്ചാണ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ആളാണ് അത്ര ആ പയ്യന്റെ കല്യാണം മുടക്കാൻ ശ്രമിച്ചത്. ഓന് പെണ്ണെട്ടിച്ചു കൊടുക്കരുത്, ഓന് കള്ളുടിയാനാണ്, ഓൻ കള്ളനാണ്, ഓൻ പൈസ കക്കും, ഓന് പൈസ കൊടുക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കല്യാണം മുടക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ കല്യാണം ശരിയായപ്പോ പിന്നെ എല്ലാത്തിന്റെ അയാളായിക്കാണ്ടാണ് അവിടെ വന്നുകാണ്ട് ആക്ട് ചെയ്യണതും അവിടെ വന്നുകാണ്ട് ആ കാര്യങ്ങൾ ചെയ്യണതും. അതുകൊണ്ടാണ് കൂക്കിയെന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളെ കൂക്കി വിളിക്കുന്നതിനെ പറ്റി എന്താ നിങ്ങളെ അഭിപ്രായം? അങ്ങനത്തെ ആളെ കൂക്കിയിട്ടില്ലെങ്കിലുള്ളൂ എങ്ങനെ ചോറുന്നാ വരിക മോശം തന്നെയാണല്ലോ. വരരുത്, അതാണ് നിങ്ങളെ അഭിപ്രായം അല്ലെ? അപ്പൊ നമ്മളെ മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ നിധിക്ക് പൈസ കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്, അത് കക്കും മുക്കും എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരാള് പിന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്ക് പൈസയൊക്കെ വന്ന് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒക്കെ റെഡിയായപ്പോ പിന്നെ അവിടെ വന്ന് ആളാകുമ്പോ ആ ആളെ കൂക്കിനതിനെ പറ്റി എന്താ നിങ്ങളെ അഭിപ്രായം? അതിപ്പോ ഇതേപോലെ തന്നെ. അതെ, അതാണ് ഇപ്പൊ ഇന്ന് കേരളത്തിൽ നടന്നത്. അത് മനസ്സിലായോ?